ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ഫോർഗോട്ടൻ എന്ന കൊറിയൻ സിനിമയാണ്. ട്വിസ്റ്റുകളുടെ ഒരു പെരുമഴയാണ് ഈ സിനിമ. കണ്ട് കണ്ട് നമ്മുടെ കിളി പറക്കുന്ന ഒരു സിനിമ. പെട്ടെന്നൊരു ദിവസം ഹീറോയുടെ ചേട്ടനെ കാണാതാകുന്നു. എന്നാൽ തിരിച്ചു വരുന്ന ചേട്ടന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഹീറോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചിന്തിക്കാൻ പറ്റാത്ത ക്ലൈമാക്സ് ആണ്. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പോകാം. അതിനു മുൻപ് വോയിസ് ഓവർ ബൈ രേഷ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ സിനിമയുടെ തുടക്കത്തിൽ നീ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല എന്ന് ആരോ പറയുന്നു. അപ്പോൾ അവനെ കൊല്ലാൻ മറ്റാരോ പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഹീറോ ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോ അച്ഛനോടും അമ്മയോടും ചേട്ടനോടുമൊപ്പം കാറിൽ യാത്ര ചെയ്യുകയാണ്. ഹീറോ ഞെട്ടി എഴുന്നേറ്റത് കണ്ട അമ്മ, നീ ഭയങ്കരമായിട്ട് വിയർത്തല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് അച്ഛൻ അവനോട്, നിന്നെ കണ്ടിട്ട് എന്തോ പേടി സ്വപ്നം കണ്ടതുപോലെയുണ്ടല്ലോ എന്ന് പറയുന്നു. നിന്നോട് ഇത്രയും രാവിലെ യാത്ര ചെയ്യാനുള്ളപ്പോൾ നേരത്തെ കിടന്നുറങ്ങാൻ ഞാൻ പറഞ്ഞതാണെന്ന് ചേട്ടനും പറയുന്നുണ്ട്. പുതിയ വീട്ടിലേക്ക് വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കുമെന്ന് ചേട്ടൻ അച്ഛനോട് പറയുന്നു. അവൻ ആദ്യമായിട്ടാണ് അവിടെ എത്തിയതെങ്കിലും അവൻ ആ വീട് നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു. മുൻപ് എപ്പോഴോ കണ്ടിട്ടുള്ളത് പോലെ. അവന്റെ നിൽപ്പ് കണ്ട ചേട്ടൻ, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? നീ ആഗ്രഹിച്ചതുപോലെയുള്ള വീടാണോ ഇതെന്ന് ചോദിക്കുന്നു. അനിയന് ചേട്ടനെ വലിയ ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിലും ചേട്ടനായിരുന്നു എപ്പോഴും മുൻപന്തിയിൽ നിന്നത്. പഠിക്കുന്ന കാര്യത്തിലായാലും സ്വഭാവത്തിലായാലും സ്പോർട്സിലായാലും അങ്ങനെ ചേട്ടൻ ഒരു സകലകലാ വല്ലഭനാണ്. എല്ലാവർക്കും ചേട്ടനെ വലിയ ഇഷ്ടമാണ്. ഒരു കൊല്ലം മുമ്പ് ചേട്ടന് ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ നടക്കുന്നത് അല്പം മുടന്തിയാണ്. എല്ലാവരും ചേർന്ന് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുകയാണ്. തന്റെ മുറിയിലേക്ക് സാധനങ്ങൾ വെക്കാൻ വന്ന അനിയൻ ചേട്ടൻ അവിടെ ഇരിക്കുന്നത് കാണുന്നു. ചേട്ടനും എന്റെ കൂടെ ഈ മുറിയിലാണോ താമസിക്കുന്നതെന്ന് അനിയൻ ചോദിക്കുന്നു. അതിന് ചേട്ടൻ, അതെ, ഞാനും നിന്റെ കൂടെയാണ്, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അതിന് അനിയൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തുകൊണ്ടാ ആ മുറി തുറക്കാത്തതെന്ന് ചോദിക്കുന്നു. അതിന് ചേട്ടൻ, ആ മുറി ഓണർ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ടെന്ന്. നോ പറയാൻ അറിയാത്ത നമ്മുടെ അച്ഛൻ ഉടനെ തന്നെ അത് സമ്മതിച്ചെന്നും പറയുന്നു. അപ്പോഴാണ് ചേട്ടനെ അമ്മ വിളിക്കുന്നത്. ഉടനെ സഹായിക്കാൻ വന്ന ഒരു ജോലിക്കാരൻ അനിയനെ ഹെൽപ്പ് ചെയ്യാനായി വരുന്നു. അപ്പോൾ അയാൾ അനിയനോട്, ആ പോയത് നിന്റെ ചേട്ടനാണോ എന്ന് ചോദിക്കുന്നു. അനിയൻ, അതെ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. കണ്ടിട്ട് നിന്റെ ചേട്ടനായി തോന്നുന്നില്ലല്ലോ എന്ന് അയാൾ പറയുന്നു. അയ്യോ, അതെന്റെ ചേട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞതും അയാൾ എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും ചേട്ടൻ വന്നിട്ട് ദോ തന്നെ താഴെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അയാൾ അത് കേട്ട് താഴേക്ക് പോകുന്നു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചേട്ടൻ തമാശയായിട്ട് അച്ഛനോട്, ഇവൻ എന്നോട് ആ മുറിയിൽ തന്നെയാണോ കിടക്കുന്നത്, ഇവൻ ഒറ്റയ്ക്ക് കിടക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അതിനച്ഛൻ, കുഴപ്പമൊന്നുമില്ല, അയാൾ അടുത്ത ആഴ്ച വന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഇത് കേട്ട് അമ്മ, നിനക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ അടുത്തുള്ളത് നല്ലതല്ലേ സംശയങ്ങളൊക്കെ മാറ്റാൻ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം അനിയൻ അച്ഛനോട്, എന്താണ് ആ മുറിക്കകത്ത് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോഴാണ് അനിയൻ മുകളിലത്തെ മുറിയിൽ നിന്നും എന്തോ ശബ്ദം വരുന്നത് കേൾക്കുന്നത്. അവൻ അച്ഛനോടും അമ്മയോടും, മുകളിൽ എന്തോ ശബ്ദം കേൾക്കുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് അമ്മ, ഞങ്ങളൊന്നും കേൾക്കുന്നൊന്നുമില്ല, അത് ഇടി വെട്ടുന്നതാണ് പുറത്ത്, പുറത്ത് നല്ല മഴയല്ലേ എന്ന് പറയുന്നു. രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്ന ഹീറോയോട് അവിടേക്ക് വന്ന ചേട്ടൻ, നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എന്തായാലും പരീക്ഷയ്ക്ക് പാസ്സാകും എന്ന് പറയുന്നുണ്ട്. ഉറങ്ങാൻ കിടന്ന ഹീറോ ആ മുറിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നത് കേട്ട് ആ മുറിയുടെ ഭാഗത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവൻ അച്ഛൻ തങ്ങളോട് ഒരു കാരണവശാലും ആ മുറി തുറക്കരുതെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എങ്കിലും എന്താണ് കാര്യമെന്നറിയാനായി അവൻ ആ മുറിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവന് ശരിക്കും പേടി തോന്നുന്നുണ്ട്. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് ആ മുറി തുറക്കാമെന്ന് തീരുമാനിച്ച് അതിന്റെ വാതിലിൽ പിടിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പുറകിൽ ആരോ നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നത്. അവന്റെ ചുമലിൽ ചേട്ടൻ കൈവച്ചിട്ട്, നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞിട്ട്, ഓ, ചേട്ടനായിരുന്നു, ഞാൻ ശരിക്കും പേടിച്ചു പോയി, ഇവിടെ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ചേട്ടനോട് പറയുന്നു. അതിന് ചേട്ടൻ ചെവി വെച്ചിട്ട്, ഞാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. എന്തോ ഓർത്ത് ടെൻഷൻ അടിച്ചു നിന്ന ഹീറോയോട് ചേട്ടൻ, നീ ഇങ്ങനെ എപ്പോഴും പഠിക്കുന്നത് കൊണ്ടാണ്, വരും നമുക്ക് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം, ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്ന് അപ്പുറത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അനിയനെയും കൂട്ടി പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുന്നു. പുറത്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ട്. അവരൊരു കൊടയൊക്കെ ചൂടിയാണ് നടക്കുന്നത്. അപ്പോഴാണ് ചേട്ടനെ അച്ഛൻ വിളിക്കുന്നത്. അതിന് അനിയൻ, ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണ്, ഒരു ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കാൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കാം, നീ കുറച്ചു നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് ചേട്ടൻ മുന്നോട്ട് നടക്കുന്നു.
ചേട്ടൻ മുന്നോട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് കറുത്ത വാനിൽ വന്ന കുറെ ആൾക്കാർ ചേട്ടനെ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കുന്നത്. അത് കണ്ട് അനിയൻ അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴേക്കും ചേട്ടനെ അവർ വാനിനകത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞിരുന്നു. ചേട്ടനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങിയ വാനിന്റെ പിന്നാലെ അനിയൻ ഓടുന്നുണ്ട്. എന്നാൽ അവന് അവരുടെ അടുത്തെത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് അനിയൻ വാനിന്റെ നമ്പർ ശ്രദ്ധിക്കുന്നത്. അവൻ ആ നമ്പർ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അവൻ അത് മനസ്സിൽ ഉരുവിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അനിയൻ ഓടി വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും അച്ഛനോടും ചേട്ടനെ ഒരു കറുത്ത വാനിൽ വന്ന് ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. അത് കേട്ട് അമ്മ ഞെട്ടുന്നു. നീ എന്താണ് ഈ പറയുന്നത്? അപ്പോഴേക്കും അനിയൻ ബോധം കെട്ട് അവിടെ താഴെ വീഴുന്നു. ഉണരുന്ന ഹീറോ കാണുന്നത് തന്റെ തൊട്ടടുത്തിരിക്കുന്ന അച്ഛനെയും അമ്മയുമാണ്. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനെ കാണാനില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാനായി പോലീസ് താഴെ വന്നിരിപ്പുണ്ട്. നീ അവരുടെ അടുത്തേക്ക് വരാൻ അച്ഛൻ അവനോട് പറയുന്നു. അങ്ങനെ പോലീസിന്റെ അടുത്തേക്ക് വന്ന ഹീറോയോട് അവരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹീറോ തറപ്പിച്ച് ആ വാനിന്റെ നമ്പരും ഒപ്പം അതൊരു കറുത്ത കളറിലുള്ള വാനാണെന്നും പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അത് കേട്ട പോലീസുകാർ അങ്ങനെ ഒരു വാനില്ല, കറുത്ത കളറിലുള്ള ഒരു വാനില്ല, ഈ നമ്പരും നിലവിലില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ദേഷ്യം വരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ നമ്പർ എന്ന് പറയുന്നു. എന്നാൽ അവനെ വിശ്വസിക്കാൻ പോലീസുകാർ തയ്യാറാവുന്നില്ല. ദേഷ്യം വന്ന ഹീറോ അവരോട് പൊട്ടിത്തെറിക്കുന്നു. അത് കേട്ട് അച്ഛൻ ഇപ്പോൾ അവന് സുഖമില്ലാതിരിക്കുകയല്ലേ, ബാക്കി കാര്യങ്ങൾ നാളെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഹീറോയെ കൂട്ടിക്കൊണ്ടുവരുന്നു. ദിവസങ്ങൾ കടന്നുപോയിട്ടും ചേട്ടനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പോലീസുകാരും അവരുടെ അന്വേഷണം മന്ദഗതിയിലാക്കി. ഹീറോയ്ക്ക് ചേട്ടൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വളരെയധികമുണ്ട്. എത്രയൊക്കെ തിരക്കിയിട്ടും ചേട്ടനെക്കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഹീറോ വീണ്ടും ആ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അവൻ ആ മുറിയോട് വല്ലാത്തൊരു ഭയമാണ്. ആ ശബ്ദം കേട്ട അവൻ എഴുന്നേറ്റ് ഇതെന്തായാലും ഇന്ന് നോക്കിയിട്ടേ ഉള്ളൂ കാര്യമെന്ന് കരുതി അവൻ ആ മുറിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആ മുറിയിൽ നിന്നും ആരോ കതക് തുറന്ന് പുറത്തേക്ക് വരുന്നതായി ഹീറോയ്ക്ക് തോന്നുന്നു. അത് കണ്ട് അവൻ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുന്നു. എന്നാൽ പേടി തോന്നിയ ഹീറോ പെട്ടെന്ന് തന്നെ ഒരു പുതപ്പെടുത്ത് തലവഴിയിട്ട് പേടിച്ച് വിറച്ചു കിടക്കുന്നു. അവന്റെ അടുത്തുകൂടെ ആരോ പാസ് ചെയ്തു പോകുന്നതായി ഹീറോയ്ക്ക് തോന്നി. അത് ആരാണെന്നറിയാൻ വേണ്ടി അവിടേക്ക് പോയ ഹീറോയുടെ അടുത്തേക്ക് പെട്ടെന്നൊരു പെണ്ണ് ചാടി വീഴുന്നു. ഇത് കണ്ട് ഞെട്ടിത്തരിച്ച് നിലവിളിച്ച ഹീറോ എഴുന്നേൽക്കുമ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അന്നേക്ക് ചേട്ടനെ കാണാതായിട്ട് 19 ദിവസമായി. അവൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറ് തുറന്ന് ചേട്ടൻ അകത്തേക്ക് വരുന്നത് കാണുന്നത്. കൂടെ അവന്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാൻ തിരിച്ചു വന്നു എന്ന് ചേട്ടൻ സന്തോഷത്തോടെ അവനോട് പറയുന്നു. അത് കണ്ടതും ഹീറോയ്ക്ക് സന്തോഷം അടക്കാനായില്ല. ചേട്ടനെ അവന് അത്രയ്ക്ക് മിസ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഹീറോ ഓടിപ്പോയി ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ചേട്ടനും അവനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ചേട്ടന് ഈ 19 ദിവസമായി സംഭവിച്ച ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. അതിന് ഡോക്ടർ ഡിസോഷിയേറ്റീവ് അംനീഷ്യ എന്നാണ് പറയുന്നത്. അതായത് മനസ്സിലുണ്ടാകുന്ന മുറിവുകളും ഷോക്കുകളും നമ്മൾ മനഃപൂർവ്വം മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതാണിപ്പോൾ ചേട്ടനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹീറോ ചേട്ടനോട് ഞങ്ങൾ എല്ലാവരും ചേട്ടനെ കാണാതെ ഒരുപാട് വിഷമിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഹീറോ ഇടയ്ക്കൊന്ന് ഉണർന്നു നോക്കുമ്പോൾ ചേട്ടനെ ബെഡിൽ കാണുന്നില്ല. അവൻ ചേട്ടൻ ഇത് എവിടെ പോയി എന്ന് ചിന്തിക്കുന്നു. അതിനുശേഷം രാവിലെ ആകുമ്പോൾ അവൻ ഉണർന്നു നോക്കുമ്പോൾ ചേട്ടൻ തൊട്ടപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഹീറോയ്ക്ക് ഒരു മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിക്കാനായി എടുക്കുമ്പോഴാണ് പെട്ടെന്ന് കൈതട്ടി ഹീറോയുടെ കയ്യിൽ നിന്നും ആ മരുന്ന് കുറച്ച് ഉള്ളിലേക്ക് വീഴുന്നത്. അതെടുക്കാനായി ഹീറോ നോക്കുമ്പോഴാണ് ചേട്ടൻ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചേട്ടനോട് ഹീറോ ചോദിക്കുന്നു, ഇന്നലെ രാത്രി ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ചേട്ടനെ കട്ടിലിൽ കണ്ടില്ലല്ലോ, ചേട്ടൻ എവിടെയാണ് പോയതെന്ന്. അതിന് ചേട്ടൻ ഞാനെങ്ങും പോയില്ലല്ലോ എന്ന് മറുപടി പറയുന്നു. അതിന് ഹീറോ അല്ലല്ല, ചേട്ടൻ ഇന്നലെ രാത്രി എവിടെയോ പോയിട്ടുണ്ട്, ഗേറ്റ് തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടതാണ് എന്ന് പറയുന്നു. അതിന് ചേട്ടൻ നീ എന്താ പറയുന്നത്, ഞാൻ എങ്ങും പോയിട്ടില്ലല്ലോ, നീ ഇന്നലെ രാത്രി വീണ്ടും എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനിയനോട് പറയുന്നു. അത് കേട്ട അനിയനും ശരിയായിരിക്കും, ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് കരുതുന്നു. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയ ചേട്ടനോട് അനിയൻ ചേട്ടന്റെ ഇടത്തെ കാലിനല്ലേ പ്രശ്നം, ഇതെന്താ വലത്തെ കാലിന് പ്രശ്നമുള്ളതുപോലെ ചേട്ടൻ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ചേട്ടൻ നീ എന്തൊക്കെയായി പറയുന്നത്, എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് ചേട്ടൻ അത് ശ്രദ്ധിക്കാത്തതുപോലെ മുൻപോട്ട് നടക്കുന്നു. രാത്രിയിൽ ഹീറോ ഇരുന്ന് പഠിക്കുകയാണ്. എന്നാൽ ഹീറോയും നമ്മളെ പോലെയാണ്, ഇടയ്ക്ക് പഠിച്ച് പഠിച്ച് ഉറങ്ങിപ്പോകുന്നു. ഇത് കണ്ട ചേട്ടൻ നീ എന്തിനാണ് ആ ടേബിളിൽ ഇരുന്ന് ഉറങ്ങുന്നത്, നിനക്ക് ഈ കട്ടിലിൽ വന്ന് കിടന്നുകൂടെ എന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ ഞാൻ ഉറങ്ങുമൊന്നുമല്ല, കണ്ണടച്ചിരുന്ന് ആലോചിക്കുകയാണെന്ന് പറയുന്നു. ഞാനും പണ്ട് അമ്മ വന്ന് പഠിക്കാൻ വിളിക്കുമ്പോൾ ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ണടച്ചിരുന്ന് ആലോചിക്കുന്ന ഞാൻ പലപ്പോഴും കണ്ണു തുറക്കുന്നത് നേരം വെളുക്കുമ്പോഴായിരിക്കും. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, ഈ സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര ട്വിസ്റ്റാ. ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഹീറോയുടെ അടുത്തേക്ക് പെട്ടെന്നാണ്
അപ്പോഴാണ് ഹീറോയുടെ ചേട്ടൻ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ആ ഒരു പെൻസിലിന്റെ നിബ് ഉണ്ടല്ലോ, അതിങ്ങനെ നീട്ടി 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 ഹീറോയുടെ കണ്ണിന്റെ അവിടെ വരെ കൊണ്ടെത്തും. അപ്പഴത്തേക്കും ആ നിബ് ഒടിഞ്ഞങ്ങ് താഴോട്ട് വീഴും. അന്നേരം ഹീറോ ഇതൊന്നും അറിയുന്നില്ല. ഹീറോ നല്ല ഉറക്കമാ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി അങ്ങ് പോകും. അന്നേരമാണ് കാണുന്നത് ഹീറോ ഉറങ്ങിയിട്ടില്ല. ഹീറോ ഉറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ വാതിലും ചാരി പുറത്തേക്ക് പോകും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോയും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ നടന്നു പോകുന്ന കാണുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ചേട്ടന്റെ കാലിന് യാതൊരു കുഴപ്പമില്ല. വളരെ നോർമലായിട്ട് സാധാ ആൾക്കാരെ പോലെ തന്നെയാണ് ചേട്ടനും നടന്നു പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോ ആകപ്പാട് ഞെട്ടിക്കിളി പറന്ന് നിൽക്കുക. എന്നിട്ടുണ്ട് ചേട്ടൻ ഒരു ടാക്സിക്കകത്ത് കയറി എങ്ങോട്ടോ പോകും. അത് കണ്ടിട്ട് ഹീറോ വേറൊരു ടാക്സി വിളിച്ച് ആ കാറിനെ ഫോളോ ചെയ്ത് പോകാൻ പറയും. അന്നേരമാണ് ചേട്ടൻ കണ്ണിൽ നിന്ന് കണ്ണാടി ഊരുന്നത്. അന്ന് വെച്ചാൽ ചേട്ടന് കണ്ണും കാണാം, കാലിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ചെല്ലുന്ന ചേട്ടൻ രണ്ട് ആൾക്കാരെ കാണുന്നുണ്ട്. ആ ആൾക്കാരെ കണ്ട് വീണ്ടും ഹീറോ ഞെട്ടും. അത് അന്ന് ചേട്ടനെ കാണാതായപ്പം അന്വേഷിച്ച് വന്ന പോലീസുകാരാ. എല്ലാം കൂടെ കണ്ട് ഞെട്ടി കിളി പറന്ന് നിൽക്കുക ഹീറോ. അപ്പോഴാണ് ചേട്ടൻ എങ്ങോട്ടോ കയറി പോകുന്നത് ഹീറോ കാണുന്നത്. അതിന്റെ പിന്നാലെ പോകുന്ന ഹീറോ പക്ഷെ ചെന്ന് പെടുന്നത് ആ രണ്ട് അവന്മാരുടെ മുന്നിലാണ്. അപ്പൊ അവന്മാര് ഹീറോയെ പിടിക്കാനായിട്ട് അവിടെ എല്ലാം ഇട്ട് ഓടിക്കും. അപ്പൊ ഹീറോ പറയുന്നുണ്ട് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല. പക്ഷെ ഇവന്മാർ അവനെ പിടിയോടാന്ന് പറഞ്ഞ് ഹീറോയെ ഇട്ട് ഓടിക്കും. അങ്ങനെ ഹീറോ ഓടി ഓടിയിട്ട് ഇവരൊരിടത്ത് ഒളിച്ചിരിക്കും ഹീറോ. അന്നേരം കൊണ്ട് പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന് ചേട്ടൻ ഹീറോയെ അങ്ങ് ബോധം കെടുത്തും. വീണ്ടും ട്വിസ്റ്റ്. ബോധം കെട്ട ഹീറോ കിടന്നുറങ്ങുന്നത് അവന്റെ ആ ഡെസ്കിൽ തന്നെ. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ എവിടെയാണോ തലേന്ന് രാത്രി കിടന്ന് അവിടെ തന്നെ. അപ്പൊ ചേട്ടൻ അവനോട് ചോദിക്കുന്നുണ്ട് എന്തോ പറ്റിയെന്ന്. അപ്പൊ അവൻ പറയും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ കയറി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കും. അന്നേരം കൊണ്ട് ചേട്ടൻ പുറകിൽ നിന്ന് വന്ന് ഇവനെ ഇങ്ങനെ തട്ടുന്നുണ്ട്. നിനക്ക് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ, എന്താ പ്രശ്നം എന്ന്. അപ്പോഴത്തേക്ക് ഇവൻ അങ്ങ് ദേഷ്യം വരും. അന്നേരം ഇവൻ ചോദിക്കും നീ എന്തോ വിചാരിക്കുന്നത്, ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ മറന്നുപോയെന്നോ. എനിക്കറിയാം നീ ഇന്നലെ പോയതും നീ എൻ്റെ അടുത്ത് പെൻസിൽ കൊണ്ടിട്ട് തട്ടിയതും നീ അവസാനം ഇരുന്ന് ഓടിയതും ഞാൻ ആൾക്കാരുടെ അടുത്ത് പെട്ടതും എല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞ് ഹീറോ ഇവനോട് ദേഷ്യപ്പെടും. എന്നിട്ട് അവിടെ കിടന്ന ഒരു വടി എടുത്തിട്ട് ഹീറോ ഇവനെ ആക്രമിക്കാൻ പോകുമ്പോഴത്തേക്കും ഇവൻ ഉടനെ ഹീറോയുടെ ദേഹത്തോട്ട് കയറി ഇരുന്നിട്ട് പറയും നീ എന്തൊക്കെ പൊട്ടത്തരങ്ങളായി വിളിച്ച് പറയുന്നത്, ഇന്നലത്തെ കാര്യം നീ മറന്നുപോയോ, നീ ഇന്നലെ ഗുളിക കഴിച്ചിട്ടില്ല, നീ ഗുളിക കഴിക്കാനായിട്ട് എടുത്തപ്പം നിന്റെ കയ്യിൽ നിന്ന് ആ ഗുളിക താഴെ വീണ്, അങ്ങനെ നീ ഗുളിക കഴിച്ചില്ല, അതോടെ നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും സ്വപ്നങ്ങളും വന്ന് നിനക്കെന്താ മനസ്സിലാകാത്തത്, നീ ആദ്യം ആ ഗുളിക കഴിക്കെന്ന് പറയുമ്പം ഹീറോയ്ക്ക് ഒരു സംശയം, ശരിയാണല്ലോ ഇന്നലെ ഗുളിക കഴിച്ചില്ലല്ലോ അതിന്റെ കുഴപ്പമാണെന്ന്. അങ്ങനെ ഹീറോ ചേട്ടന്റെ കൂടെ ചെന്നിട്ട് ചേട്ടൻ പറയുന്ന പോലെ ആ ഗുളിക എടുത്ത് കഴിക്കും. എന്നിട്ട് ഹീറോയ്ക്ക് വിഷമം തോന്നിയിട്ട് ചേട്ടനോട് സോറി പറയും. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഹീറോ ജനലിൽ കൂടെ നോക്കി നിൽക്കും. ചേട്ടനെ വെറുതെ സംശയിച്ചല്ലോ എന്നോർത്ത് ഹീറോയ്ക്ക് വിഷമം വരും. പക്ഷെ ഹീറോ അന്നേരം പഠിക്കാനായിട്ട് ബുക്ക് എടുത്ത് നോക്കുമ്പോഴാണ് ഇന്നലത്തെ ആ പെൻസിലിന്റെ മുനയൊടിഞ്ഞത് അവിടെ കിടക്കുന്ന കാണുന്നത്. എന്നിട്ട് ഹീറോ പെട്ടെന്ന് ആലോചിക്കും ഞാൻ ചേട്ടനോട് ഒരിക്കലും ടാക്സിയിലാണ് പോയതെന്നുള്ള കാര്യം പറഞ്ഞില്ല. പക്ഷെ ചേട്ടൻ എങ്ങനെ അറിഞ്ഞു ഞാൻ ടാക്സിയിലാ പോയെന്ന്. അപ്പോഴത്തേക്കും ഹീറോയ്ക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ചേട്ടൻ എന്തോ സംഭവിച്ചു, ഇത് വേറെ ആരോ ആണെന്ന്. അപ്പോഴാണ് ചേട്ടനെ കാണിക്കുന്നത്, ചേട്ടൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഹീറോ അമ്മ വരുമ്പോഴത്തേക്കും പറയും അമ്മ എനിക്ക് അമ്മയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ അമ്മയ്ക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ പറയും അത് ചേട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ള ആള് നമ്മുടെ ചേട്ടനൊന്നും അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് ചേട്ടനെന്ന്. അപ്പൊ അമ്മ പെട്ടെന്ന് ഞെട്ടിട്ടേക്കും നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന്. എന്നിട്ട് ചോദിക്കും എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കണ്ടേന്ന് ചോദിക്കും. പറയും വേണ്ട, തൽക്കാലം അച്ഛനോടൊന്നും പറയണ്ട, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അച്ഛനോട് പറഞ്ഞാൽ മതി. ഇതിനിടയിൽ വീണ്ടും ആ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഹീറോ ആ മുറി തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ചേട്ടൻ അതിനകത്ത് മരിച്ചു കിടക്കുന്നതാ. അത് കണ്ട് ഹീറോ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണ്ട് ആകപ്പാട് ദാഹം വന്ന ഹീറോ എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോഴാണ് അമ്മ ആരാണ്ടോടോ അവൻ നല്ല സംശയമുണ്ട് നമ്മളെ നീ ഇതെവിടാന്നൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഹീറോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, എല്ലാവർക്കും എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഹീറോ ഒളിഞ്ഞു നോക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ട് അമ്മ പെട്ടെന്ന് വാതിലിൻ്റെ അടുത്ത് വന്ന് നിന്ന് അവിടെ എല്ലാം നോക്കും. പക്ഷെ അപ്പോഴേക്കും ഹീറോ അവിടുന്ന് രക്ഷപ്പെടും. താൻ പറഞ്ഞതെല്ലാം ഒളിഞ്ഞു കേട്ടോ എന്നുള്ള സംശയം കാരണം അമ്മ ഹീറോയെ അവിടെ എല്ലാം നോക്കും. പക്ഷെ ഇത് മനസ്സിലാവുന്ന ഹീറോ അതേസമയം വീടിന്റെ പുറത്ത് ചാടിയിട്ട് പുറത്തു കൂടെ പൈപ്പിലെല്ലാം പിടിച്ചിട്ട് അവന്റെ മുറിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നോക്കും. അമ്മയാണെങ്കിൽ അവിടെ എല്ലാം ഹീറോയെ കിടന്ന് തപ്പും. ഹീറോ ആണെങ്കിൽ ഒരു ജനലിന്റെ അടുത്തെത്തും. ആ ജനൽ ഓപ്പൺ ചെയ്താൽ ഹീറോയ്ക്ക് അവന്റെ മുറിയിലെത്താം. അമ്മയാണെങ്കിൽ ഹീറോ അവന്റെ മുറിയിൽ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോയെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഹീറോ കട്ടിലേ കിടന്ന് ഉറങ്ങുക. ഉടനെ അമ്മ ആ പുതപ്പെടുത്ത് ഇങ്ങനെ വലിച്ചു മാറ്റി നോക്കുമ്പോഴത്തേക്കും ഹീറോ അവിടെ ഉറങ്ങുന്നതായിട്ട് കാണും. അപ്പൊ അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടത്തൊന്നുമില്ല. അമ്മ ഇങ്ങനെ അത് നോക്കിയിട്ട് ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പൊ ഹീറോ ആണെങ്കിൽ ഇതൊന്നും അറിയാത്ത പോലെ ഹീറോയും ഇങ്ങനെ ഉറങ്ങുന്ന പോലെ കിടക്കും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും ഓ ഇവൻ കേട്ടിട്ടും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ അമ്മ അവനെ നോക്കി ഒന്ന് ചിരിച്ചേച്ച് ആ മുറിയിൽ നിന്ന് അങ്ങോട്ട് പോകും. അന്നേരം അമ്മ പോയെന്ന് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് അമ്മ അവിടെ നിന്നിട്ട്. ആഹാ, ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണീ കെ കെ ജോസഫ് എന്ന രീതിയിൽ ഹീറോയെ നോക്കി നിപ്പുണ്ട്.
എന്നിട്ട് ജനലിലോട്ട് നോക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഹീറോ ഇത് എതിലേക്കൂടെയാ വന്ന് കയറിയെന്ന്. അമ്മ കണ്ടത് ഹീറോയ്ക്കും മനസ്സിലാവും. അമ്മ ആരെയോ ഫോൺ വിളിച്ചിട്ട് വേഗം വാ, എന്റെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണു എന്ന് പറയുന്നുണ്ട്. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായ ഹീറോ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ആ സൗണ്ട് ഹീറോയുടെ അമ്മ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി വരുന്ന ഹീറോ നേരെ ചെന്ന് നിൽക്കുന്നത് അവന്റെ അച്ഛനായിട്ടുള്ള അയാളുടെ മുമ്പിലാണ്. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ഈ സമയത്ത് ഇത് എവിടെയാ പോകുന്നത്, എന്താണ് കാര്യം എന്ന്. അപ്പോഴേക്കും അമ്മയും പുറകെ വന്ന് നിൽക്കുന്നുണ്ട്. ഹീറോ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുക, അത്യാവശ്യമാണെന്ന് പറയും. അതിനച്ഛൻ, വേണ്ട, ഇപ്പം തൽക്കാലം നീ വീടിനകത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഹീറോ അച്ഛനെ പിടിച്ച് തള്ളിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പോഴേക്കും അവനെ പിടിക്കാനായിട്ട് ഒരാളും കൂടെ അയാളുടെ പുറകിൽ ഓടുന്നുണ്ട്. ആ ഓടുന്ന ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടി ഹീറോ ചെന്ന് വീഴുന്നുണ്ട്. വീഴുന്നിടത്തുനിന്ന് ഹീറോയെ അയാൾ പിടിക്കുമെന്നായപ്പോഴത്തേക്കും വീണ്ടും അവിടുന്ന് ഹീറോ എഴുന്നേറ്റ് ഓടി നേരെ ചെന്ന് വീഴുന്നത് ഒരു പോലീസ് വാനിന്റെ മുമ്പിലാണ്. ആ പോലീസുകാരോട് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഹീറോ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹീറോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. ഹീറോ അവരോട് തന്റെ ഫാമിലി അല്ല കൂടെയുള്ളത്, അവർ തന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഹീറോയുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പരിശോധിച്ചപ്പോൾ ഹീറോയുടെ പേരിൽ മിസ്സിംഗ് കേസുകളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോഴാണ് കൂട്ടുകാരെ അടുത്ത ട്വിസ്റ്റ്. 1977 ജനിച്ച ഹീറോയ്ക്ക് 41 വയസ്സുണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്നു. അതിന് ഹീറോ, ഇല്ല, എനിക്ക് 21 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ട പോലീസും അവിടെ സ്റ്റേഷനിൽ വന്നവരും എല്ലാവരും ചിരിക്കുന്നു. ഹീറോ അവരോട്, ഇപ്പോൾ 1997 അല്ലേ, അപ്പോൾ എനിക്ക് 21 വയസ്സായി എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും എല്ലാവരും ചിരിക്കുന്നു. പോലീസ് അവനോട് ഇത് 2017 ആണെന്ന് പറഞ്ഞ് കലണ്ടർ കാണിക്കുന്നു. ഇത് കണ്ട ഹീറോ ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട്. കണ്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഹീറോ മുൻപോട്ട് നടക്കുമ്പോഴാണ് ടിവിയിൽ ട്രംപിനെ കാണുന്നത്. അപ്പോഴാണ് കണ്ണാടിയിൽ ഹീറോയുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നത്. 41 വയസ്സായ ഒരാൾ. അപ്പോഴാണ് ഹീറോയും അവൻ അത്രയും പ്രായമായ കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ നിന്നിറങ്ങിയ ഹീറോ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ അവിടെയൊക്കെ പരിശോധിക്കുന്നു. അവൻ ഏറ്റവും പേടിയുള്ള ആ മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രതിമ രക്തം വാർന്നു കിടക്കുന്നത് കാണുന്നു. അവിടേക്ക് അവന്റെ ചേട്ടനും അമ്മയും അച്ഛനും ഒക്കെ വരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഹീറോ അവരോട് ചോദിക്കുന്നു. ചേട്ടൻ അവനോട് കാര്യങ്ങൾ പറയുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് അവരിപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഇതിനു മുമ്പ് ഒരു അമ്മയും മകളും കത്തികൊണ്ടുള്ള കുത്തേറ്റ് മരിക്കുന്നു. പോലീസിനോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ ആരാണ് കൊലപാതകി എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞതോടെ ആ കേസും എല്ലാവരും മറന്നുപോകുന്നു. പക്ഷെ മരിച്ചവരുടെ വീട്ടുകാർ അത് മറന്നില്ല. അവർ അത് പുതിയൊരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചു. ആ കേസ് അന്വേഷിച്ചവരാണ് ഈ ചേട്ടനും ചേട്ടനൊപ്പം നേരത്തെ കണ്ട പോലീസുകാരുമൊക്കെ. നാളുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അവർ കൊലയാളിയെ കണ്ടെത്തി. അത് മറ്റാരുമായിരുന്നില്ല, ഹീറോയാണ്. ഇവർ ചോദ്യം ചെയ്യുന്ന സീനാണ്. ആദ്യമാരോ എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും അയാളെ കൊന്നുകളയാൻ മറ്റൊരാൾ ആവശ്യപ്പെടുന്നതുമൊക്കെ. ഹീറോയാണ് കൊലപാതകി എന്ന് ചേട്ടൻ പറയുന്നു. എന്നാൽ ഹീറോ അത് സമ്മതിക്കുന്നില്ല. എത്രയൊക്കെ ചോദിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ഹീറോ കുറ്റം സമ്മതിച്ചില്ല. എന്നാൽ പ്രതി യഥാർത്ഥത്തിൽ ഹീറോ തന്നെയാണ്. ഹീറോയ്ക്ക് ഒന്നും ഓർമ്മയില്ല. അങ്ങനെ പോലീസിൽ തന്നെയുള്ള ഫോറൻസിക് ഹിപ്നോസിസ് ഇൻവെസ്റ്റിഗേഷൻ എക്സ്പേർട്ടായ ഇപ്പോൾ ഹീറോയുടെ അച്ഛനായി അഭിനയിക്കുന്ന ആൾ വരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ആ സമയത്തുള്ള ഒരു ഓർമ്മകളും ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. ഇതാണ് ഡിസോഷിയേറ്റീവ് അമ്നീഷ്യ. പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഓർമ്മകൾ സ്വയം മറന്നു കളയുന്ന അവസ്ഥ. അതാണ് ഹീറോയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. ഹീറോയുടെ ആ മറന്ന ഓർമ്മകൾ തിരികെ കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചത്. അമ്മയായി അഭിനയിക്കാൻ ഒരു സ്ത്രീയെയും ഇവർ ഒപ്പിച്ചു. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ നടപ്പിലാക്കി ഹീറോയെ ഹിപ്നോട്ടൈസ് ചെയ്ത് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. അങ്ങനെയാണ് ഹീറോയെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വീട്ടിൽ ഹീറോയ്ക്കൊപ്പം അവരും താമസിക്കാൻ വരുന്നത്. ഹീറോയ്ക്ക് 41 വയസ്സുള്ളതുകൊണ്ടാണ് അന്ന് വീട്ടിൽ വന്ന ജോലിക്കാരൻ അത് നിന്റെ ചേട്ടൻ തന്നെയാണോ എന്ന് ചോദിച്ചത്. ഹീറോയ്ക്ക് സംശയം തോന്നാതിരിക്കാനാണ് ചേട്ടൻ തന്ത്രപൂർവ്വം ജോലിക്കാരനെ പറഞ്ഞു വിട്ടത്. ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുകളിൽ ശബ്ദമുണ്ടാക്കിയത്. എങ്കിൽ മാത്രമേ ഇവന്റെ ഓർമ്മകൾ അവർക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളായിരുന്നു. ആ മുറിയിൽ ആ സമയത്ത് ആൾതാമസമുണ്ടായിരുന്നു. അവരാണ് ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് ചേട്ടൻ ഹീറോയെയും വിളിച്ച് പുറത്തേക്കിറങ്ങിയ ആ മഴ പെയ്യുന്ന സമയത്ത് ഹീറോയുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാനായി ഇവർ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പോലീസുകാർ വരുന്നതും ഹീറോയുടെ ചേട്ടനെ പിടിച്ച് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നതുമെല്ലാം. ഈ കഥകളെല്ലാം അറിഞ്ഞിട്ടും ഹീറോ താനല്ല കൊന്നതെന്ന് ആ പോലീസുകാരനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോ ആ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി രക്ഷപ്പെടാൻ നോക്കുന്നു. രക്ഷപ്പെട്ട ഹീറോയെ പിടിക്കാൻ അവർ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവരുടെ കാർ ആക്സിഡന്റിൽ പെടുന്നു. ഇതുപോലെ തന്നെ പാഞ്ഞു വന്ന ഒരു വണ്ടി ഇടിച്ച് ഹീറോയ്ക്കും ആക്സിഡന്റ് പറ്റുന്നു.
പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയ്ക്ക് 21 വയസ്സുള്ളപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹീറോയുടെ അച്ഛനും ചേട്ടനും അമ്മയും ഒരുമിച്ച് എവിടേക്കോ സന്തോഷത്തോടെ യാത്ര പോവുകയാണ്. എന്നാൽ ആ പോകുന്ന വഴിയിൽ അവരുടെ കാർ ആക്സിഡന്റിൽ പെടുന്നു. ആ ആക്സിഡന്റിൽ ഹീറോയുടെ അച്ഛനും അമ്മയും മരിക്കുന്നു. ചേട്ടനാണെങ്കിൽ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. ഹീറോയ്ക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ പല സ്ഥലങ്ങളിലും വിളിച്ച് അവനൊരു ജോലിക്ക് വേണ്ടി തിരക്കുന്നു. എന്നാൽ അവരുടെ നാട്ടിലെ പ്ലസ് ടു പോലെയുള്ള വിദ്യാഭ്യാസമുള്ള ഹീറോയ്ക്ക് ആരും ജോലി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ അവൻ എന്തോ സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നു അന്നത്തെ സോഷ്യൽ മീഡിയയിൽ സഹായം അഭ്യർത്ഥിച്ച് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചേട്ടനെ നോക്കുന്ന ഡോക്ടർ വന്നിട്ട് ഹീറോയോട്, ചേട്ടന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്, ഇനിയും നമുക്ക് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണമെന്ന് പറയുന്നു. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഹീറോയ്ക്ക് അന്ന് ആ സഹായം അഭ്യർത്ഥിച്ച് പോസ്റ്റ് ഇട്ടതിൽ നിന്നും ആരോ ഒരാൾ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം, പകരം ഒരാളെ കൊല്ലണമെന്ന് പറയുന്നത്. ഒരു വീട്ടിൽ അമ്മയും രണ്ട് കുട്ടികളുമുണ്ട്. അതിൽ അമ്മയാണ് കൊല്ലേണ്ടത്. കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വിളിക്കുന്ന ആൾ ഹീറോയോട് പറയുന്നു. അങ്ങനെ ഹീറോ ആ വീട്ടിലേക്ക് വരുന്നു. അവൻ അത്ര താല്പര്യമൊന്നുമില്ല, ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാലും ധൈര്യം സംഭരിച്ച് മുറിയുടെ വാതിൽ തുറന്ന ഹീറോ അവിടെ അമ്മയും കുഞ്ഞും കിടന്നുറങ്ങുന്നത് കാണുന്നു. എന്നാൽ അത് കണ്ട ഹീറോയ്ക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴാണ് ആ സ്ത്രീ വന്നിട്ട് ഇതാരാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്. തിരിഞ്ഞ് ഹീറോയെ കണ്ട അവർ ബഹളം വെക്കാനായി ശ്രമിക്കുന്നു. അതിന് ഹീറോ, പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീ മിണ്ടാതെ ഇരിക്കുന്നു. പെട്ടെന്നാണ് ആ സ്ത്രീയുടെ മകൾ അതുവഴി വരുന്നത്. അവൾ പക്ഷേ ഇത് കണ്ടിട്ട് ബഹളം വെച്ച് ഓടുന്നു. ഹീറോ ഓടരുതേ, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടും അവൾ ഓടുന്നു. അങ്ങനെ അബദ്ധത്തിൽ ഹീറോയുടെ കൈ കൊണ്ട് അവൾ മരിക്കുന്നു. അത് കണ്ടുവന്ന അമ്മയും ബഹളം വെക്കുന്നു. മാനസിക നില ആകെ തെറ്റിയ ഹീറോ അറിയാതെ അവരെയും കുത്തുന്നു. ഹീറോ കുത്തിക്കഴിഞ്ഞതും ആ അമ്മയും മരിച്ചു വീഴുന്നു. ഹീറോ ആകെപ്പാട് വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നാരോ എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുന്നത്. നോക്കുമ്പോൾ നേരത്തെ ഉറങ്ങിക്കിടന്ന ആ ചെറിയ കുട്ടിയാണ്. ഹീറോ അവനോട്, നിന്റെ അമ്മ ഇപ്പോൾ വരും, മോൻ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മോൻ മുറിയിൽ ചെന്ന് അമ്മ വരുന്നത് വരെ എണ്ണാൻ പറയുന്നു. ഇത് കേട്ട കുഞ്ഞ്, അമ്മ ഇപ്പോൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വരും, നീ മുറിയിൽ പോയി എണ്ണ് എന്ന് പറയുന്നു. ഇത് കേട്ട കുഞ്ഞ് അവനെ വിശ്വസിച്ച് മുറിയിൽ പോയി എണ്ണാനായി പോകുന്നു. അപ്പോഴാണ് ഹീറോ തിരിഞ്ഞു നോക്കുന്നത്. അവിടുത്തെ കാഴ്ച കണ്ട് ഹീറോ ഞെട്ടുന്നു. കാരണം വേറെ ഒന്നുമല്ല, ആ കുടുംബമെന്ന് പറയുന്നത് ചേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കുടുംബമാണ്. ഡോക്ടറുടെ ഭാര്യയും മകളെയുമാണ് ഇപ്പോൾ ഹീറോ അബദ്ധത്തിൽ കൊന്നത്. അതോടെ ഹീറോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഡോക്ടറാണ് ഹീറോയോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞത്. അത് കണ്ട ഹീറോ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. പിന്നീട് ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ ആ ചെറിയ ആൺകുട്ടിയാണ്. അവൻ വിളിച്ചിട്ട്, അമ്മയും ചേച്ചിയും എഴുന്നേൽക്കുന്നില്ല, അവരുടെ അടുത്ത് രക്തമൊക്കെയുണ്ട്, അവർക്കെന്തോ പറ്റി എന്ന് പറയുന്നു. ഇത് കേട്ട ഡോക്ടറിന് ഹീറോ തന്റെ ഭാര്യയെ മാത്രമല്ല തന്റെ മകളെയും കൊന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതറിഞ്ഞ് ഡോക്ടർ ദേഷ്യത്തോടെ തിരിയുമ്പോഴാണ് ഹീറോ അവിടേക്ക് വരുന്നത്. ഹീറോ ഡോക്ടറോട്, എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ ചെയ്തത്, അത് ഡോക്ടറിന്റെ കുടുംബമായിരുന്നില്ലേ, കൊല്ലാൻ പറഞ്ഞത് ഡോക്ടർ ഭാര്യ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതിന് ഡോക്ടർ, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നാളെ എൻ്റെ മക്കൾ തെരുവിൽ അന്തി ഉറങ്ങേണ്ടി വന്നേനെ എന്ന് പറയുന്നു. ഭാര്യയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർ ഭാര്യയെ കൊല്ലാൻ പറഞ്ഞത്. എന്നാൽ എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഹീറോ പറയുന്നു. അതിന് ഡോക്ടർ, നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ചെയ്തത്, ഇപ്പോൾ നീ എൻ്റെ മകളെയും കൊന്നു, ഇനി നീയും ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞ് ഹീറോയെ ആക്രമിക്കുന്നു. പക്ഷേ കാല് തെന്നി ഡോക്ടറാണ് ആ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീഴുന്നത്. ഹീറോ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടർ താഴെ വീണ് മരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹീറോയെയാണ്. ഹീറോയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ചേട്ടനായി അഭിനയിക്കാൻ വന്ന ആളും അവിടെ ഇരിപ്പുണ്ട്. അവൻ മെല്ലെ ഹീറോയുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട്, നിന്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാണെന്നും പറഞ്ഞ് എന്തോ മരുന്ന് ഹീറോയുടെ ട്രിപ്പിലേക്ക് കുത്തിവെക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോ, ഞാൻ കൊന്ന ആളുകളുടെ വീട്ടുകാരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും അയാൾ കുത്തിവെക്കാതെ നേരെ വന്നിട്ട്, നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്, അന്ന് നീ കൊല്ലാതെ വിട്ട ഒരു ചെറിയ കുട്ടിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ ഉണ്ട് എന്ന് പറയുന്നു. ആ കുട്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ, അമ്മയുടെയും അച്ഛന്റെയും സഹോദരിയുടെയും മരണശേഷം അവനെ അനാഥാലയത്തിലാക്കി, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് എന്ന് പറയുന്നു. അതിനുശേഷം അവൻ ഒന്നും മിണ്ടാതെ ആ സിറിഞ്ച് അവിടെ ഇട്ട് ഇറങ്ങി പുറത്തേക്ക് നടക്കുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടതും ഹീറോ അവൻ അവിടെ ഇട്ടിട്ട് പോയ സിറിഞ്ച് എടുത്ത് സ്വന്തമായി കുത്തിവെക്കുന്നു. ഹീറോയ്ക്ക് മനസ്സിലായി ആ ചേട്ടനായി അഭിനയിക്കാൻ വന്ന ആള് തന്നെയാണ് ആ ചെറിയ കുട്ടിയെന്ന്. എന്നാൽ അവനും ആ ഹോസ്പിറ്റലിന്റെ താഴേക്ക് ചാടി മരിക്കുന്നു. ഹീറോയും മരിച്ചു, ചേട്ടനായി അഭിനയിക്കാൻ വന്ന ആ ചെറിയ കുട്ടിയും മരിച്ചു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോ ആ ചെറിയ
കുട്ടിയെ ഈ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പ് കാണുന്നതും അവന്റെ ഫാമിലിയുടെ അടുത്തേക്ക് അവൻ ഓടിപ്പോകുന്നതുമാണ്. അത് നോക്കി നിൽക്കുന്ന ഹീറോയെയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഈ ലാസ്റ്റ് സീൻ ഇങ്ങനെ കാണിച്ചത് എനിക്ക് തോന്നുന്നത് 2 പേരുടെയും ഫാമിലി മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവരും മരിച്ച് ആ ഫാമിലിയുമായി ചേർന്നു എന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഈ സിനിമ പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ ട്വിസ്റ്റുകളും എന്നാൽ ലാസ്റ്റ് വരുമ്പത്തേക്കും ഒരു സൂപ്പർ എൻഡിങ്ങും. മൊത്തത്തിൽ പടം വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള സിനിമകൾ കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത സിനിമയുമായി കാണാം. അതുവരേക്കും ടാറ്റാ.